ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ നാട്ടിലേക്കാണ്, പെരിങ്ങമല. നമ്മുടെ നാട്ടിൽ നിന്നും ഒരു 55 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഉള്ളിലോട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണത് പെരിങ്ങമല എന്ന് പറയുന്നത്. നല്ല മലയും പുഴയും കാടും തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇത് ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് ഏരിയ ആണ് കേട്ടോ. അതിനകത്തോട് നമ്മൾ കയറി കഴിഞ്ഞു. നല്ല മരങ്ങളൊക്കെ തിക്കി നെരുങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. പകുതിയോളം ദൂരം കഴിയുമ്പോൾ ഇവിടെ നല്ല പുഴകളൊക്കെ കാണാൻ തുടങ്ങും കേട്ടോ. ഈ സൗന്ദര്യം ഉണ്ടെങ്കിലും ഭയങ്കര ടെററാണ് ഈ പുഴ. ഈ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതിലൂടെയാണ് കഴിഞ്ഞ ഫ്ലഡിൽ ഒരാൾ ഒഴുകിപ്പോയത് കേട്ടോ. അപ്പോൾ ഇവിടെയും ഒരു കനാല് തോട് പോലെയൊക്കെ പോകുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരെ പെരിങ്ങമല എത്തിക്കഴിഞ്ഞു. ഇത് ഇക്കാൻ്റെ അനിയൻ്റെ വൈഫ് ഹൗസി പഠിച്ച സ്കൂളും പരിസരവും ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ആ കാണുന്ന ബിൽഡിങ് ഇക്ബാൽ കോളേജ് ആണ്. അപ്പോൾ ഇക്ബാൽ സ്കൂള് അങ്ങനത്തെയൊക്കെ കുറച്ച് ഏരിയ, സ്കൂളും കോളേജും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇതാണ് ഇക്ബാൽ കോളേജ് പെരിങ്ങമല. അപ്പോൾ നമ്മുടെ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലും കൂടെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിയക്കുട്ടി വലിയാപ്പാടെ ഡ്രൈവർ സീറ്റിൽ വന്നിരുന്ന് കളിക്കുന്നതാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്റ്റിയറിങ് പിടിച്ചിരിക്കാനായിട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാത്ത ടൈമിൽ ഇങ്ങനെ കയറ്റി ഇരുത്തുന്നതാണ് കേട്ടോ അവളെ. അപ്പോൾ എന്തെങ്കിലും സാധനം കണ്ടാൽ അവൾക്ക് കടിക്കണം. അതാണ് സിയാക്കുട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ പെരിങ്ങമല ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കാണുന്ന ഓഡിറ്റോറിയം, ഷാ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സിയാക്കുട്ടിയുടെ ഉമ്മാടെയും വാപ്പാടെയും കല്യാണം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ട് 2 വർഷം ആവാൻ പോകുന്നു. പിന്നെ അവരുടെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാണാം.
അവിടെ നിന്നൊക്കെ നമ്മൾ നേരെ ഫൗസിയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആൾതാമസം ഒന്നുമില്ല, അപ്പോൾ എല്ലാം കേടായി പോയിട്ടുണ്ട്. പഴയ ഒരു വീടായിരുന്നു, അപ്പോൾ ആൾതാമസം ഇല്ലാണ്ടായപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ച് ഏകദേശം അത് പോവാറായ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ആരും ഉപയോഗിക്കാതെയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് 2 ചക്കയൊക്കെ എടുത്തു. ചക്കയും പിന്നെ അവൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, വെറുതെ അവിടെ ഇട്ട് ചീത്തയാക്കി കളയണ്ടല്ലോ, അങ്ങനെ അതൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കൂടെ കാണാം. അപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മൈഗ്രെയിൻ തലവേദന പിടിച്ചിരിക്കുവാണ്, നല്ല വെയിൽ ഉച്ചയ്ക്ക് അടിച്ചത് കൊണ്ടേ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചായയും കടിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.